നമ്മൾ ഇന്ത്യയിലത്തെ ആദ്യത്തെ ഇലക്ട്രിക് ക്രൂയിസ് വണ്ടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. കണ്ട ലുക്കിലും ഭാവത്തിലൊക്കെ ഹോളിവുഡ് പടത്തിൽ കണ്ടുവരുന്ന ക്രൂയിസ് ബൈക്കാണ്. എങ്ങനെയുണ്ട് ലുക്ക് കാര്യങ്ങളൊക്കെ? ഇതിൽ ഇരിക്കുന്ന ഈ ഒരു സീറ്റ് പൊസിഷൻ ആണെങ്കിലും മറ്റുള്ള ക്രൂയിസ് വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഗിയറൊക്കെ ചേഞ്ച് ചെയ്ത് കാലിൻ്റെ മുകളിലൊക്കെ, ഇതൊക്കെ കാലൊക്കെ ഫ്രീ ആയിട്ട് ഇരുത്തിയിട്ട് കൈൻ്റെ മുകളിലാണ് ഫുള്ള് കൺട്രോൾ വരുന്നത്. ലുക്കിലും ഭാവത്തിലൊക്കെ നല്ല വ്യത്യസ്തമുണ്ട്. കൊമാക്കിൻ്റെ ഒരുപാട് വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ ഇറങ്ങിയതെന്ന് ഇപ്പോൾ വ്യത്യസ്തമായിട്ട് ഇറങ്ങിയൊരു വണ്ടിയാണ് ക്രൂയിസ്. അപ്പോൾ ക്രൂയിസ് മോഡലാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. റേഞ്ചർ 220 മോഡലാണ്. ആ 220 മോഡൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ റിവ്യൂ ക്രൂയിസ് റേഞ്ചർ 220 നോക്കാൻ പോകുന്നത്. എൻ്റെ പേര് മുഖ്താർ. വെൽക്കം ബാക്ക് ട്രാവൽ കിങ്. സാധാ ക്രൂയിസ് ബൈക്കല്ല, ഇത് ഇലക്ട്രിക് ക്രൂയിസ് ബൈക്കാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ക്രൂയിസ് ബൈക്ക്. ലുക്കിലും ഭാവത്തിലൊക്കെ ഒരു വില്ലൻ ഷേപ്പ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ജപ്പാനീസ് ടെക്നോളജി കൂടി ഇന്ത്യയിൽ ഡൽഹിയിൽ അസംബ്ലി ചെയ്തെടുക്കുന്ന ഒരു വണ്ടിയാണ്. ഏകദേശം 5 മോഡുകളാണ് വരുന്നത്. മോഡ് 1, മോഡ് 2, മോഡ് 3, റിവേഴ്സ് മോഡ്, സ്പോർട്സ് മോഡ്, ടർബോ മോഡ്. ടർബോ മോഡിൽ മാക്സിമം സ്പീഡ് 80 km ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിൻ്റെ ലുക്കിലേക്കും ഭാവത്തിലേക്കും ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്കും നമുക്ക് പോവാം. അപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ ഈ ഒരു ഫ്രണ്ടിലുള്ള ഒരു വൈസർ, ഈ ഒരു ഗ്ലാസ് മോഡലുള്ള ഇതിൻ്റെ പ്രത്യേകം ഈ ഒരു ലുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ റെട്രോ സ്റ്റൈലുള്ള ഈ ഒരു ഹെഡ്ലൈറ്റോട് ചേർന്ന് തന്നെ 2 ഹെഡ് ലാമ്പുകൾ, LED ലൈറ്റുകളാണ് വരുന്നത്. പിന്നെ അതേമാതിരി തന്നെ നല്ല വലുപ്പം കൂടിയിട്ടുള്ള ഒരു മർഗാർഡും 17 ഇഞ്ച് ട്യൂബ്ലെസ് ടയറും ഡുവൽ ഡിസ്ക് ബ്രേക്കുമാണ് വരുന്നത്. മൊത്തത്തിൽ ഫ്രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റുള്ള വണ്ടികളിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ചാർജിൽ 220 km ആണ് കമ്പനി പറയുന്നത്. പക്ഷെ കമ്പനി പറയുന്ന 220 km ആണെങ്കിലും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം 150 ആണ് കിട്ടുന്നത്. പക്ഷെ അത് കമ്പനി നിലവിലുള്ള ഈ ഒരു ഫീച്ചേഴ്സിൽ നിന്ന് മാറ്റം വരുത്താൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവർ ബുക്കിംഗ് എടുക്കുന്നില്ല. കാരണം ഇവരെ ഇതിൽ വരുന്ന 2-3 കംപ്ലൈൻറ്റ് ഉണ്ട്. കംപ്ലൈൻറ്റ് എന്ന് എടുത്ത് പറയല്ല, കുറച്ച് കാര്യങ്ങൾ ഇവർ മാറ്റം വരുത്താനുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളൂ അവർ ബുക്കിംഗ് ഏറ്റെടുക്കുക. ഈ ഒരു 2 സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്രാഷ് കാർഡ് സാധാരണ നമ്മൾ ബുള്ളറ്റ് വണ്ടികളിലൊക്കെ കണ്ടുവരുന്നതും മറ്റുള്ള ബൈക്കുകളിലൊക്കെ കണ്ടുവരുന്നത് ഫ്രണ്ടിൽ മാത്രമായിരിക്കും ക്രാഷ് കാർഡ് വരുന്നത്. പക്ഷേ ഇവിടെ ക്രാഷ് കാർഡ് ഫ്രണ്ടിലും വരുന്നുണ്ട്, ഈ ബാക്ക് ഭാഗത്തും വരുന്നുണ്ട്. വണ്ടി എങ്ങനെ വീണ് കഴിഞ്ഞാലും വണ്ടിൻ്റെ ബോഡിക്കൊന്നും പറ്റാത്ത രീതിയിലാണ് ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 3.6 kW ലിഥിയം അയൺ ബാറ്ററിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ സിസ്റ്റങ്ങളൊക്കെ സാധാരണ നമ്മളെ ബൈക്കിൻ്റെ ഒക്കെ കാലിൻ്റെ മുകളിലാണെങ്കിൽ വരുന്നത്, ഇത് ഫുള്ളും ഹാൻഡിലിൻ്റെ മുകളിലാണ് സ്വിച്ച് മോഡ് വരുന്നത്. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് ലോങ് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ക്രൂയിസ് ബൈക്കാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന ഈ ഒരു ടാങ്കിൻ്റെ കേസാണ്. ടാങ്കിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ്, അത്യാവശ്യം വലിയൊരു സ്പേസ് ഉണ്ട്. ജസ്റ്റ് ഒരു ചാവി ഇട്ട് തിരിച്ച് ഇത് ഓപ്പൺ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഒരു ടാങ്കിൻ്റെ ഒരു ഫ്യൂവലിൻ്റെ ഒരു ഇത് മാത്രം കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ പകരം ഇവിടെ വേറെ എന്തെങ്കിലും ഒരു സ്പേസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളതിന് ഉപകാരപ്പെടുത്താം. കാരണം അത്യാവശ്യം ഇവരെ ഇറക്കിയ എല്ലാ വണ്ടികളും അത്യാവശ്യം നല്ല വണ്ടികളാണ്. കൊമാക്കിൻ്റെ വെനീസും അങ്ങനത്തെ എല്ലാ മോഡലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിലും ആ ഒരു മാറ്റം വരുത്താമായിരുന്നു. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വണ്ടി കൊള്ളാം. ഇതിൻ്റെ ഏകദേശം ഷോറൂം പ്രൈസ് വരുന്നത് 1,92,000 ഉള്ളിലാണ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 യൂട്ടിലിറ്റി ബോക്സ് ഉണ്ട്. ചെറിയ പാർട്സ് കാര്യങ്ങൾ, നമ്മളെ ചില ആവശ്യങ്ങളുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ബോക്സ് കാര്യങ്ങൾ. നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഒരു ഇൻഡിക്കേറ്ററും അതേമാതിരി ആ ക്രാഷ് കാർഡ് ഈ ഒരു ബാക്ക് ഭാഗം വന്നിട്ടുള്ളത്. മൊത്തത്തിൽ വണ്ടി ബോഡിയെ നല്ലോണം കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ക്രാഷ് കാർഡ് കൊടുത്തിട്ടുള്ളത്. അതുമാതിരി തന്നെ 4000 വാട്ടിൻ്റെ BLDC ഹബ് മോട്ടോഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 17 ഇഞ്ച് ട്യൂബ്ലെസ് ടയർ തന്നെയാണ്. അതേമാതിരി തന്നെ ഡുവൽ ഡിസ്ക് ബ്രേക്കാണ് ബാക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ബാക്ക് ഭാഗത്തുള്ള ഈ സൈലൻസറിൻ്റെ അവിടെ നമ്മൾ റേസിംഗ് കൊടുക്കുമ്പോൾ ഒരു സൗണ്ട് സിസ്റ്റം അതേമാതിരി റേസ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു LED ലൈറ്റ് അല്ലേ, LED ലൈറ്റ് യൂസ്. ഞാൻ അത് കാണിച്ചു തരാം. നമ്മളിപ്പോ കീ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് സൗണ്ട് വേണമെങ്കിൽ ഇതൊന്നും അപ്പോൾ കീ ഓൺ ചെയ്തിട്ട് നമ്മളിപ്പോ ഇവിടെ റേസിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നിങ്ങള് ചെറിയ സൗണ്ട് വേണമെങ്കിൽ മാത്രം ഇവിടെ സൗണ്ട് കൊടുക്കാനുള്ള സിസ്റ്റം ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് അത് ഓഫ് ആക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുന്ന പറഞ്ഞാൽ ഈ ക്രൂയിസ് ബൈക്കിൽ ഈ ഒരു സൗണ്ട് പോരാ. കുറച്ചും കൂടി സൗണ്ടും കാര്യങ്ങളും കമ്പനിക്ക് ആ ഒരു മാറ്റം വരുത്താമായിരിക്കും. വണ്ടിന്റെ ചാർജിങ് പോർട്ട് ഇവിടെയാണ് വരുന്നത്. ഇതാണ് ചാർജിങ് പോർട്ട് വരുന്നത്. ഏകദേശം ഒരു 5-6 മണിക്കൂറായിരിക്കും ഫുൾ ചാർജ് ഇപ്പോൾ കമ്പനി പറയുന്നത്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന 3 പിൻ പ്ലഗ് കൊണ്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്യാം. പിന്നെ അതേമാതിരി തന്നെ ബാക്കിൽ
ഈ ഒരു ബാക്കിൽ ഒരു ഫുഡ് റെസ്റ്റ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് അതേമാതിരി ഫ്രണ്ടിലുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ, കാലൊക്കെ ഫ്രീ ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ഫുഡ് റെസ്റ്റും ഇവിടെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് കീ ഉണ്ട് കേട്ടോ. ഇതിൽ ഒരുപാട് കീകൾ വരുന്നുണ്ട്, കാരണം ഒരുപാട് ലോക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മളിപ്പോൾ ഹാൻഡിൽ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവിടാണ് മോഡ് 1, മോഡ് 2, മോഡ് 3, അതേമാതിരി തന്നെ ഹെഡ്ലൈറ്റ് ഓപ്പണിങ്, ഇതാണ് റിവേഴ്സ് മോഡ് വരുന്നത്. അങ്ങനെ ഒരുപാട് സ്വിച്ചുകൾ ഉണ്ട് കേട്ടോ. കാരണം ബ്ലൂടൂത്ത്, ഇതാണ് പാർക്കിംഗ് സിസ്റ്റം വരുന്നത്, ക്രൂയിസ് കൺട്രോൾ, അങ്ങനെ ഒരുപാട് ഇത് വരുന്നുണ്ട്. ഇത് ഈ പവർ നക്കിക്കഴിഞ്ഞാൽ, വോളിയം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ബാക്കിൽ 2 ഭാഗത്തായിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഒരു ബോക്സ് ആക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ലുക്കിലും ഭാവത്തിലൊക്കെ നല്ല വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ ടെക്നിക്കൽ വശങ്ങൾ അറിയാൻ പറ്റിയ ഒരാളുണ്ട്, ജോബിത് ബ്രോ. ഹായ്, നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണം. നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ ഈ ബൈക്ക്. കൊമാക്കി എന്ന് പറയുന്നതിന്റെ ക്രൂയിസർ ബൈക്ക്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രിക് ക്രൂയിസ് ബൈക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ലോഞ്ച് ചെയ്ത് ടെസ്റ്റിംഗ് പീരീഡിലാണ്. നിങ്ങളായിരിക്കും ചിലപ്പോൾ ഇതിന്റെ റിവ്യൂസ് ഇപ്പോൾ സ്റ്റാർട്ടിങ് മലയാളത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പേര് മാത്രം എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് നോർമൽ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ക്രൂയിസ് ബൈക്ക് എന്ന നിലയിൽ ഇറങ്ങിയിരിക്കുന്ന, എന്നാൽ കറണ്ടിൽ ഓടുന്ന ഒരു ബൈക്ക്. ലിഥിയം ബാറ്ററിയിലാണ് വരുന്നത്. ഇതാണ് അതിന്റെ ബാറ്ററി വരുന്നത്. അല്ല, ഇതിൽ എനിക്കൊരു മെയിനായിട്ടുള്ള ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ബാറ്ററി ഇപ്പോൾ 3 വർഷമായിട്ടാണ് കംപ്ലൈൻറ്റ് വാറണ്ടി പറയുന്നത്. അതായത് ആദ്യത്തെ 2 വർഷം ഫ്രീ സർവീസ് വാറണ്ടി, പിന്നീട് 1 വർഷം പെയ്ഡ് വാറണ്ടിയാണ്. പെയ്ഡ് വാറണ്ടി ആണ്. ഇതിപ്പം ബാറ്ററിക്ക് എന്തെങ്കിലും ബൈ ചാൻസ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഓരോ സെല്ല് വൈസ് ആണോ? അങ്ങനെയാണ്. ലിഥിയം ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ കാണുന്ന ബോക്സ് അല്ല ഇതിന്റെ ബാറ്ററി. ഇതിനകത്ത് ചെറിയ ചെറിയ ലിഥിയം സെൽസ് അടുക്കി വെച്ചിട്ടാണ് ബാറ്ററി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റിപ്പയറിങ്ങിനും ചാൻസിനൊക്കെ വരുമ്പോൾ ഇതിനകത്ത് ആ സെൽ പാക്ക് മാത്രം മാറ്റിയാൽ മതി. റെസ്പോണ്ട് എങ്ങനെയുണ്ട്? ഒരു റെസ്പോൺസ് ആണ്. ആളുകളിൽ നിന്ന് നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ബുക്കിംഗ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ ടെസ്റ്റിംഗ് പീരീഡിലാണ്. ഞങ്ങളുടെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വണ്ടി വന്നാലും കമ്പനി ലോഞ്ച് കൂടാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ടെക്നിക്കൽ ഒരു ടെസ്റ്റ് ഉണ്ടാവും. അത്യാവശ്യം ഞങ്ങളെ സംബന്ധിച്ച് വയനാടും താമരശ്ശേരി, മലപ്പുറം, ഈ ഒരു മെയിനായിട്ട് വയനാട്, താമരശ്ശേരി, ഈ 2ആണ് നമ്മുടെ ഇതിൽ വരുന്നത്. കോഴിക്കോടും വയനാടും. അപ്പൊ ഇവിടെ 2ഇടത്തും ഹിൽ ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മൈലേജും പവറും ടെസ്റ്റ് ചെയ്തിട്ട് കമ്പനി എപ്പോഴും പറയുന്നത് എന്ന് പറയുന്നത് ഐഡിയൽ കണ്ടീഷൻസിലായിരിക്കും. ഞങ്ങളത് നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് എത്ര ആവുന്നുണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്തിട്ട് അതേ ഞങ്ങൾ കസ്റ്റമേഴ്സിനോട് പറയാറുണ്ട്. ഓക്കെ, ഇത് കമ്പനി പറയുന്നത് 220 കിലോമീറ്റർ ആണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷെ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് ഏകദേശം 150 കിലോമീറ്റർ ആണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. അതും ടെസ്റ്റിംഗ് പീരീഡ്. അതാണ് ടെസ്റ്റിംഗ് പീരീഡ് എന്ന് പറയാനുള്ള കാരണം. അതേമാതിരി തന്നെ ചെറിയൊരു പുള്ളിങ്ങിന്റെ അപ്ഡേറ്റ്സ് എങ്ങനെയൊക്കെയാ വരുന്നത്? കാരണം പുള്ളി പറഞ്ഞ മാതിരി തന്നെ ഇപ്പൊ ടെസ്റ്റിംഗ് പീരീഡ് ആണ്. ഇപ്പം വണ്ടി ഇപ്പം ബുക്കിംഗ് കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് കൺട്രോളറും കാര്യങ്ങളും എല്ലാത്തിലും തന്നെ ഇവിടുത്തെ റോഡ് സിറ്റുവേഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ ചെറിയ ടെസ്റ്റിംഗ്, നമ്മുടെ ഒരു എന്താ പറയാ ചെറിയ അപ്ഡേഷനുകളും കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് ബുക്കിംഗ് കാര്യങ്ങൾ എടുക്കുന്നതായിട്ടല്ല. കാരണം മൊത്തത്തിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വണ്ടി എടുക്കാം, ക്രൂയിസ് മോഡൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷയൊക്കെ വെച്ച് എടുക്കുമ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ ഞങ്ങൾ ആ ഭാഗം കൂടി ക്ലിയർ ചെയ്താലുള്ളൂ. ഒരു എക്സ്ട്രാ ഗ്യാരണ്ടിയാണ്. കാരണം കമ്പനി ഭാഗത്ത് മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്ട്രാ സപ്പോർട്ട്. അതാണ് ഇപ്പൊ ഇവര് തന്നെ കൊമാക്കി വെനീസ് ഇപ്പൊ മാർക്കറ്റിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജോമിത് ബ്രോ ഇവിടെ ഉണ്ട്. നിങ്ങളെ കൊമാക്കി വെനീസ് ഇവിടുത്തെ എക്സാക്ട്ലി റേറ്റ് എത്ര വരുന്നത്? ഞങ്ങളുടെ റേറ്റ് വരുന്നത് 1,34,860. 1,34,860. കഴിഞ്ഞ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. വീഡിയോ ഇട്ടത് ഇവിടെ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുക്കുക. അവിടെ ഏകദേശം 10,000 രൂപേൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് സത്യസന്ധമായിട്ട് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയും പോയിട്ട് ഒരു പ്രൊമോഷനോ ഒരു ക്യാഷ് വാങ്ങിയിട്ടോ അല്ല ചെയ്യുന്നത്. ഇപ്പോൾ ക്രൂയിസിൻ്റെ മോഡൽ ഞാൻ കണ്ട നെഗറ്റീവ് എന്താണോ അത് ഞാൻ ജോമിത് ബ്രോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ ഇതിൻ്റെ ബുക്കിംഗ് കാര്യങ്ങൾ നമ്മളിപ്പോൾ എടുത്ത് തുടങ്ങിയിട്ടില്ല, കുറച്ച് കാര്യങ്ങളോട് ഇത് പരിഹരിച്ചിട്ടുള്ളൂ നമ്മൾ ബുക്കിംഗ് എടുക്കുക. അപ്പോൾ നമ്മളൊരു പ്രൊമോഷൻ ആക്കിയിട്ടല്ല, നമ്മൾ ജനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി, അവർക്ക് ഏറ്റവും ബെറ്റർ ആണോ അതാണ് നമ്മൾ നോക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുന്നതിൻ്റെ മുന്നേ 2-3 ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇവരിപ്പോൾ ഈ ക്രൂയിസ് മോഡൽ ഏകദേശം എത്ര മാസം കഴിഞ്ഞിട്ടായിരിക്കും ബുക്കിംഗ് തുടങ്ങാം? ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ക്രൂയിസ് മോഡൽ ബുക്കിംഗ് തുടങ്ങും. അത് അതിന്റെ ബുക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് പരിഹാരങ്ങൾ ചെയ്യാറുണ്ടല്ലേ? നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺഫേം ആയി. കാരണം ഫുള്ള് ഫീഡ് ഇവർ ഞങ്ങളെ സംബന്ധിച്ച് ശരിക്കും ഫസ്റ്റ് പീസ് ഞങ്ങൾ എത്തിച്ചിരിക്കുന്നത് ടെസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു.
ഓക്കെ, കാരണം അത് നല്ലൊരു കാര്യമാണ്. ഒരു കമ്പനി ഒരു പുതിയ വണ്ടി ഇറക്കുമ്പോൾ ഫീഡ്ബാക്ക് മൊത്തത്തിൽ എടുത്തിട്ട് ഒരു കസ്റ്റമറിന് കൊടുക്കാൻ നല്ലൊരു ഫീഡ്ബാക്ക് ചെയ്യാനുള്ള പ്രധാന കാരണം ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം അതായത് ഇപ്പൊ കൊമാക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് ലോഞ്ച് ചെയ്ത ആളുകൾ അറിയാൻ തുടങ്ങിയത് ശരിക്കും വയനാട്ടിലെ കയറ്റങ്ങൾ കയറ്റി വന്നതാണ്. അതിലും എനിക്ക് സന്തോഷത്തോടെ പറയാം, ഞാൻ തന്നെ ലോഞ്ചിന്റെ ആ ഒരു ഇതിന്റെ ഒരു ഭാഗത്തിന് ആയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ SC എന്നുള്ള വണ്ടി, TN95 എന്നുള്ള വണ്ടി, ഈ രണ്ടും വയനാട്ടിൽ കൊണ്ടുവന്നു. അതായിരുന്നു ഞങ്ങളുടെ സ്റ്റാർട്ടിങ് ഒരു ഇതിലേക്ക് ലോഞ്ച് വന്നത്. ആ സമയത്ത് ഞങ്ങൾ അവിടെ കയറ്റങ്ങളൊക്കെ കയറ്റി ടെസ്റ്റ് എടുത്തു. കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറയുന്നതിനേക്കാൾ ഞങ്ങൾ കറക്റ്റ് കിട്ടുന്ന ഞങ്ങളുടെ ഇവിടുത്തെ ഒരു മൈലേജ് ലെവലിലേക്ക് പറഞ്ഞു. ആ പവറും കാര്യങ്ങളൊക്കെ കൺഫേം ആക്കി ഞങ്ങൾ വിൽപ്പന തുടങ്ങി. ഇപ്പോൾ 1 വർഷം കറക്റ്റ് കഴിഞ്ഞ ഈ ഫെബ്രുവരി 10 ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞത് ഇപ്പോൾ രണ്ടാമത്തെ അടുത്ത വണ്ടിയിലേക്കാണ്. അപ്പോൾ ഞാൻ താമരശ്ശേരി ഷോറൂമിന്റെ ജോമിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ബുക്ക് ചെയ്തോ. ബാക്കിയും തന്നെ പരപ്പംപോയിൽ ഇന്ത്യൻ ഓയിൽ ഷോറൂമിൽ നേരെ ഓപ്പോസിറ്റ് ഫസ്റ്റ് ഫ്ലോറിലുള്ളതാണ് ഈ ഒരു ഷോറൂം വരുന്നത്, കൊമാക്കിൻ്റെ ഷോറൂം വരുന്നത്. അപ്പോൾ ഇവരെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ.